1:10 എറണാകുളം ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള കോമ്പൗണ്ടിലേക്ക് പൾസർ സുനി ഈ പൾസർ ബൈക്കിൽ എത്തുന്നത്. കറുത്ത നിറത്തിലുള്ള തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ബൈക്കാണിത്. ഈ ബൈക്കിലാണ് പൾസർ സുനിയും അതോടൊപ്പം തന്നെ വിജീഷും എറണാകുളം CJM കോടതിയിൽ കീഴടക്കുന്നതിനായി എത്തിയത്. ഏകദേശം 1:10 എറണാകുളം ശിവക്ഷേത്രത്തിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഈ ഇരുചക്ര വാഹനത്തിൽ പ്രവേശിക്കുന്നു. ഇതിനുശേഷം ഈ വാഹനം ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ഉപേക്ഷിച്ച ശേഷമാണ് പൾസർ സുനിയും വിജീഷും കോടതിയുടെ മതിൽ ചാടിക്കടന്ന് കോടതി കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. തന്ത്രപൂർവ്വം കോടതിക്ക് ഉള്ളിൽ വരെ എത്താൻ ഈ രണ്ട് പ്രതികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഭാഗത്താണ് പൾസർ സുനിയുടെ വാഹനം പോലീസ് കണ്ടെത്തിയത്. ഒരുപക്ഷെ എറണാകുളം ശിവക്ഷേത്ര മൈതാനത്തോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഈ ഭാഗത്തുകൂടിയായിരിക്കാം ഒരുപക്ഷെ അയാൾ ഈ രണ്ടുപേരും വാഹനത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാവുക. നിലവിൽ ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് പോലീസ് പിന്നീടാണ് ഈ വാഹനം മാറ്റിയത്. വാഹനത്തിൽ പൾസർ സുനി ഇവിടെ എത്തുകയും അതിനുശേഷം ഈ ഭാഗത്തുകൂടി ഈ കാണുന്നതാണ് എറണാകുളം CJM കോടതി. ഈ CJM കോടതിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്തത്. ഇവിടെ നിന്ന് വളരെ സുഗമമായി തന്നെ ഈ കോടതിക്ക് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇതാണ് എറണാകുളം CJM കോടതിയുടെ പുതിയ മന്ദിരമാണ്. ഈ മന്ദിരത്തിൻ്റെ കോമ്പൗണ്ടിൽ കടന്നാൽ പെട്ടെന്ന് കോടതിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സൗകര്യം ഒരുങ്ങും. അതാണ് ഈ രണ്ടുപേരും മുതലെടുത്തത്. കോടതിക്ക് അകത്ത് എത്തിയ ശേഷം മാത്രമാണ് ഈ പേരും കോടതിക്ക് ഉള്ളിൽ കടന്നു എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് കടന്നാൽ കോടതിയായി. ഈ സൗകര്യമാണ് മുതലെടുത്തത്. നിലവിൽ ഇതിന് സമീപത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആ സമയത്ത് ഇവിടെ ആരുമുണ്ടായിരുന്നില്ല. 1 മണി സമയമായിരുന്നു. ഈ സമയത്ത് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നവർ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പൾസർ സുനിയും വിജീഷും കോടതിക്കുള്ളിലേക്ക് ചാടിക്കിടക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വളരെ സുഗമമായി കോടതിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. കോടതിക്ക് ഉള്ളിൽ വെച്ച് മാത്രമാണ് പോലീസിന് ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞതും ഇവരെ കീഴടക്കാൻ കഴിഞ്ഞതും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും.